ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം 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 മഹത്വം. കർത്താവെ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. പരിശുദ്ധനെ 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 പരിശുദ്ധനെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. രക്തത്താളിച്ചയും ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തത്താളിച്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം 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 മഹത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആവിയാനവരെ സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കാനായി ദൈവമായ കർത്താവടിയിൽ ഒരു നല്ല സന്ദർഭം കൂടെ ഒരുക്കി തന്നിരിക്കുന്നു. ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല ഒരു സന്ദർഭം നമുക്ക് ലഭ്യമായി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജിബ്രതനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இனியற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். பிரியமானவர்களே, எத்தனை பேர் ஆயத்தமாக இருக்கிறீர்கள்? அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு. பிரியமானவர்களே, அன்னபடினாலே இந்நாட்களாக நமக்கு கிடைக்கிற நேரங்கள் கர்த்தருடைய சமூகத்தில் அமர்ந்திருங்கள், ஜெபியுங்கள். ஹல்லேலூயா. கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. 2-3 பேர் எங்கிருந்தாலும் ஒரு மத்திய நான் உண்டு என்ன ஆண்டவர் சொன்னார். நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிற தேவனாக இருக்கிறார். எனக்குள் வசிக்கிற தேவன் உங்களோடு கூட, என்னோடு கூட பேசுகிற தேவன் உங்களோடு கூட பேச மாட்டாரா? நிச்சயமாகவே பேசுவார். வாருங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்தபடியாக உங்களை நான் அனைவரையும் அன்போடு அழைக்கிறேன். பிரியமானவர்களே, இன்றைய தினம் ஒரு கன்னட சாங் ஒன்று பாடி தேவனை நம்ம മഹിമപ്പെടുത്തുவோം. കർത്തർ ഉങ്ങളെ അനേവരെയും ആശീർവദിപ്പാറാക. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഞാൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു കന്നഡ സോങ് ആണ്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ വരാനുള്ളവരൊക്കെ വരട്ടെ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്ര. ഹല്ലേലൂയ. ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ನಿನ್ನವರ್ಗ ಯಾರುವಿಲ್ಲ, ನನಗೆ ಸಹಾಯ ಹಸ್ತ ನೀನಲೋ. ನಿನ್ನವರ್ಗ ಯಾರುವಿಲ್ಲ, ನನಗೆ ಸಹಾಯ ಹಸ್ತ ನೀನಲೋ. ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ಬೆಳಗಿನ ವೇಳೆಯೊಳು ಬಲವಾಗಿರು ಯೇಸುವೇ, ಅಜ್ಞಾನನ ವೇಳೆಯೊಳು ಜ್ಞಾನವನಿರು ಯೇಸುವೇ, ಅಜ್ಞಾನನ ವೇಳೆಯೊಳು ಜ್ಞಾನವನಿರು ಯೇಸುವೇ, ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ಸೈತಾನನ ತಂತ್ರೆಗಳನ್ನು ತಿಳಿಸಿ ಕೊಡು ಯೇಸುವೇ, ವಾಂತ್ಯಕ ರಹಸ್ಯವನ್ನೇ ನನಗೆ ಕಲಿಸಿ ಕೊಡು ಯೇಸುವೇ,
ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ಮಾರ್ಗ ತಪ್ಪು ಹೋಗುವಾಗ ಮಾರ್ಗವೊಂದು ತೋಡುವೆಸುವೆ, ಸ್ವರ್ಗನಲ್ಲಿ ಒಂದು ಸ್ಥಳವಾ ನನಗೆ ಇರು ಯೇಸುವೇ. ಮಾರ್ಗ ತಪ್ಪು ಹೋಗುವಾಗ ಮಾರ್ಗವೊಂದು ತೋಳು ಯೇಸುವೇ, ಸ್ವರ್ಗನಲ್ಲಿ ಒಂದು ಸ್ಥಳವಾ ನನಗೆ ಇರು ಯೇಸುವೇ. ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು ಸಮಯದಲ್ಲಿ ಹತ್ತಿರವಿರು ಯೇಸುವೇ, ಕಷ್ಟದೆಯು സമയದಲ್ಲಿ. നിന്നവർക്ക് യാരുമില്ല ನನಗೆ സഹായ ഹസ്തനിനലു, നിന്നവർക്ക് യാരുമില്ല ನನಗೆ സഹായ ഹസ്തനിനലു. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പച്ച, ഈ വൈകിയ വേളയിൽ കർത്താവെ തിരുവചനവുമായി അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവെ, വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ തിരു രക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിട്ടാട്ടെ. കർത്താവെ, കടന്നു വരുവാനുള്ളവർ എത്രയും പെട്ടെന്ന് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗം അവരെ സഹായിച്ചു മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ കർത്താവെ. ഇന്നത്തെ വചനം കേൾക്കുന്നവരിൽ ഒരു വലിയ മാറ്റമുണ്ടാകണം കർത്താവെ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാവരെയും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഒരല്പ നിമിഷം തിരുവചനമായി നിൽപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രിയരെ, ഇന്ന് എനിക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോട് കുടുംബത്തോട് നന്ദി അറിയിക്കുമ്പോൾ തന്നെ ഓൺലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. കർത്താവും രാജാതിരാജവുമായിരിക്കുന്ന യേശുമശിഹ വരാൻ പോകുന്ന പ്രിയരെ എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് പ്രിയ ദൈവമക്കളെ. ആകയാൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഇന്ന് ഒരല്പ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദൈവിക നിർണയത്തെക്കുറിച്ചാണ് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, 2025 ആണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവസാന മാസത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് 4 ദിവസമായിരിക്കുന്നു അല്ലേ പ്രിയ ദൈവമക്കളെ. ജനുവരി മാസം മുതൽ ഇതുവരെയിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാനുണ്ടാവും. നമ്മുടെ കർത്താവ് ചെയ്ത ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, എത്രയോ കഷ്ടങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ, എത്രയോ പ്രതികൂലങ്ങൾ, കടബാധ്യതകൾ, കഷ്ടങ്ങൾ, തീരാത്ത വ്യാധികൾ നമ്മളെ ഒരുപാട് അട്രാക്ട് ചെയ്ത ഒരു ചില ദിവസങ്ങൾ കൂടെ കടന്നുപോയി നമ്മൾ. എന്നാൽ അവിടെയെല്ലാം കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിച്ചു. അവിടെയെല്ലാം കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. മകനേ, മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ ആ വാഗ്ദത്തത്തിന് പ്രകാരം നമുക്ക് നിലനിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ പ്രിയരെ. ദൈവത്തിന് ഇരിക്കുന്ന ഇടത്ത് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു ആമേൻ പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്. നമ്മുടെ ആരുടെ മിടുക്കോ കഴിവോ അന്തസ്തോ അഭിമാനമോ പ്രോപ്പർട്ടീസോ കുലമഹിമയോ ഒന്നും നമുക്ക് പ്രശംസിപ്പാനായിട്ട് ഇല്ല പ്രിയരെ. പിന്നെയോ നമുക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അവിടുത്തെ കൃപ മാത്രമാണ്, ദൈവത്തിന്റെ കൃപ. അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ് ഇന്ന് നാം ജീവനോടെ നിൽക്കുന്നത് തന്നെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുണ്ട്. ഇവിടെ തമിഴ്നാട്ടിലും മറ്റുമൊക്കെ ഡിസംബർ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദി കരയറ്റുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസത്തെ കാണുന്നത്. നമുക്ക് കർത്താവ് ചെയ്ത സകല നന്മകളെയും ഓർത്ത് ഓരോ നിമിഷവും നന്ദി പറയുക, താങ്ക്സ് പറയുക, കർത്താവിന് നന്ദി പറയുക. അങ്ങനെ ഈ മാസം ആരംഭം മുതൽ അവസാനം ദിവസം വരെയും നമുക്ക് നന്ദി പറയാൻ പ്രിയരെ. ദൈവം ചെയ്ത നന്മകളെ, ദൈവം നമ്മളെ മരണത്തിൽ വിട്ടുവെച്ച വിധങ്ങളെ, ദൈവം നമ്മളെ
വ്യാധിയിൽ നിന്ന് വിടുവിച്ച വിധങ്ങളെ, നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച വിധങ്ങളെ ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാളുകൾ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ കൃപ എന്നല്ലാതെ മറ്റൊന്നും പറയുവാനായിട്ടില്ല. ആകയാൽ പ്രിയരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നതും ദൈവികമായിട്ടുള്ള ചില നിർണയങ്ങളെ കുറിച്ചാണ്. നിങ്ങളെയും എന്നെയും കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം ചിന്തിക്കാറുള്ളത്, നാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ദൈവം മറുപടി തന്നില്ലല്ലോ എന്ന് നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം നാം ചിന്തിച്ചു കൊള്ളണം, കുഞ്ഞെ, സഹോദര, സഹോദരി, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ദൈവത്തിനൊരു നിർണയമുണ്ട്. ആ നിർണയം എന്താണെന്ന് നാം തിരിച്ചറിയാതെ നാം മുമ്പോട്ട് പോകുമ്പോഴാണ് നാം ഒരുപാട് നിരാശരാകുന്നത്. ഹല്ലേലൂയ. നാം ഒരുപാട് കഷ്ടത്തിന് നടുവിലാണെന്നുള്ള ചിന്ത, നാം തനിച്ചാണെന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ പ്രിയ ദൈവമക്കളെ? ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്, ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ നമ്മളെ നഷ്ടപ്പെടുമ്പോഴാണ്. ഈ നാളുകളായിട്ട് നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്രയാകട്ടെ. നാം പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഉറക്കം വരുന്നത് വരെ കർത്താവിനെ നാം ഓർക്കുകയും ധ്യാനിക്കുകയും കർത്താവിനെ നന്ദി പറയുകയും ചെയ്യുന്ന ദിനങ്ങളായി മാറട്ടെ. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് നാം അറിഞ്ഞുകൊണ്ട് തന്നെ ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് പോകാം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. പ്രിയ ദൈവമക്കളെ, ജനുവരി മാസം നാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരാ. കർത്താവെ, ഞാനിപ്പോ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പോസ്റ്റ് കൊള്ളാം. കർത്താവെ, ഞായറാഴ്ച ഞാൻ ആരാധന മുടക്കത്തില്ല. എന്റെ കർത്താവെ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേ കിടന്നുറങ്ങുകയുള്ളൂ. എന്റെ കർത്താവെ, ഞാൻ എല്ലാവർക്കും, ഞാൻ ഏത് ദൈവദാസൻ വന്നാലും ദേവദാസി വന്നാലും ഞാൻ അവർക്ക് സ്തോത്ര കാഴ്ച കൊടുക്കും. ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്തു തീർത്തോ? പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചില നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. നാം ദൈവത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടനില്ലാതെ അത് ചെയ്തു തീർക്കുവാൻ നാം ഒരുങ്ങണം. എന്നിട്ട് മാത്രം മതി കർത്താവിനോട് നമ്മൾ ആവലാദികളും വേവലാദികളും ഒക്കെ പറയുവാനായിട്ട്. ആകയാൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന കുഞ്ഞെ, നാം കർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. പ്രിയ ദൈവജനമേ, പലപ്പോഴും ദൈവിക ആലോചനകളെ നാം ഒക്കെയും സംശയിക്കുന്ന പലരും അങ്ങനെ തന്നെയാ. എനിക്ക് അങ്ങനെ ആകുമോ, എനിക്ക് ഇങ്ങനെ കിട്ടുമോ, അങ്ങനെ ആ ദേവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞല്ലോ, ആ ദേവദാസി പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അത് നടക്കുമോ എന്റെ ജീവിതത്തിൽ, അതോ അത് ഇങ്ങനെയല്ലയോ, ഇവിടെ പ്രാർത്ഥിച്ച് വേറൊരിടത്ത് എന്ന് ചോദിക്കും, അവിടെയും പ്രാർത്ഥിക്കും, അവരെ എന്തെങ്കിലുമൊക്കെ പറയും, അവിടുന്ന് വേറൊരിടത്ത് പോകും. ഇങ്ങനെ ചാടിയും മറിഞ്ഞു ഓടി മറിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലൂടെ ഇന്നൊക്കെ പലരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, മനുഷ്യൻ ഓടുകയും മാറുകയും മറിയുകയും ഒക്കെ ചെയ്യും. മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് മാറ്റമുണ്ടാകും. എന്നാൽ ദൈവിക വാഗ്ദത്തങ്ങൾ മാറുകയില്ല, അത് നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ വചന ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളെ ഞാനിവിടെ വായിക്കാനായിട്ട് പോകുന്നു. സർവ്വഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു: സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആർ? ഹല്ലേലൂയ. പ്രിയരെ, വേദപുസ്തകത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരാണ് പലരും, അല്ലെ പ്രിയ ദൈവമക്കൾ? അതേപോലെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. പിശാചിനും നമ്മെ കുറിച്ച് ഒരു നിർണയമുണ്ട് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് നമ്മളോട് നിർണയം ഉള്ളതുപോലെ തന്നെ പിശാചും ഒരു വ്യക്തിയിൽ അവൻ നിർണയിച്ചു വെക്കാറുണ്ട്. ഇവനെ വിടത്തില്ല, ഇവനെ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല, പാടാൻ അനുവദിക്കത്തില്ല, അവനെ പഴയതുപോലെ ഒന്നും ദൈവസന്നിധിയിൽ നിർത്താനായിട്ട് ഞാൻ ഒരിക്കലും വിടത്തില്ല എന്നവൻ നിർണയിച്ചു കൊണ്ടേ പിന്നാടി വരും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവിക നിർണയവും പൈശാചിക നിർണയവും ഉണ്ട് എന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം മോശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മോശയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ദൈവിക നിർണയം ഉണ്ടായിരുന്നു. മോശ എന്ന ലേവ്യ സന്തതി ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി മാറി. എന്നാൽ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ സംഖ്യ, ആവർത്തനം എന്ന ന്യായപ്രമാണ
പുസ്തകം എഴുതണം എന്നത് ദൈവിക നിർണയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ മരുഭൂമി വഴിയായി വഴി നടത്തുവാനൊരു വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ വഴി നടത്തിപ്പുകാരനായിട്ട് മോശ നിൽക്കണമെന്ന ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഇനി പിശാചിന്റെ പദ്ധതി എന്താണെന്ന് കേൾക്കണ്ടേ? പ്രിയ ദൈവമക്കളെ, പിശാചിന് മോശയെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? മോശ ജനിക്കും മുൻപേ മോശയെ കൊന്നു കളയണമെന്ന് പിശാച് നിർണയിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന് മോശയെ, അതായത് അങ്ങനെ കൊല്ലുമ്പോൾ മോശയും അക്കൂട്ടത്തിൽ മരിക്കുമെന്നുള്ളത് പിശാചിന്റെ നിർണയമായിരുന്നു. ഒരാമേൻ പറഞ്ഞാട്ട് ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ശത്രുവായവൻ നിന്നെ കൊന്നു മുടിക്കുവാൻ പദ്ധതിയിടുമ്പോൾ ദൈവിക നിർണയം മിസ്രൈമിന്റെ ഫറവോന്റെ മടിയിലും കൊട്ടാരത്തിലും വളരുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ സാധാരണ ഒരു ലേശപ്പെട്ട വ്യക്തിയായിട്ട് വളരുവാൻ അല്ല ദൈവം നിർണയിച്ചിരുന്നത്, കൊട്ടാരത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവം നിർണയിച്ചിരുന്നു. അതാണ് ദൈവിക പദ്ധതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ തകർച്ച കാണുവാൻ ശത്രു കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ ആരെങ്കിലും നിന്നെ തകർക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു പദ്ധതി ഹല്ലേലൂയ അവൻ ഇട്ട് വരുമ്പോൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നിന്നെ നശിപ്പിക്കുവാൻ ആരെങ്കിലും നിന്റെ മേൽ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ആ സ്കെച്ച് ദൈവം വരച്ചതാണെങ്കിൽ അത് നിശ്ചയമായും അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാൻ ഒരു കാര്യം നിർണയിക്കുന്നുണ്ട്. ഹാമാനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ ദൈവമക്കളെ. മോർദെഖായിയെ നശിപ്പിക്കുവാൻ, മോർദെഖായിയെ തൂക്കിക്കൊല്ലണമെന്ന് വിചാരിച്ചുകൊണ്ട് ഹാമാൻ ഒരു കഴുമരം ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനു മുൻപായി ഒരു കാര്യം കൂടെ പറയട്ടെ. 127 രാജ്യങ്ങളെ അടക്കി വാഴുന്ന അഹസ്വേരോസ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രമാണിയും പ്രസിദ്ധനുമായിരുന്നു ഹാമാൻ. അല്ലെ, സാധാരണപ്പെട്ട ഒരാളല്ല. എന്നാൽ ഈ വ്യക്തി ഒരു കാര്യം നിർണയിച്ചത് ഒരു കഴുമരം ഉണ്ടാക്കണം എന്നതാണ്. ആ കഴുമരത്തിൽ മോർദെഖായിയെ തൂക്കിക്കൊല്ലണമെന്ന് താൻ ഒരു നിർണയിച്ചു. എന്നാൽ ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുന്ന യഹൂദ ജനത്തെ മുഴുവൻ ഇതോടെ ഇല്ലാതാക്കണമെന്ന് ഹാമാൻ ഒരു പദ്ധതി ഉണ്ടാക്കി. എന്നാൽ യഹൂദ പരസ്യ മുഴുവൻ ഈ മുഖത്തു നിന്നും ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ തുടച്ചു നീക്കുവാൻ ഹാമാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലെങ്കിൽ പദ്ധതി ഇട്ടപ്പോൾ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ലോകത്തിൽ എല്ലാവർക്കും കാണാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു വലിയ കഴുമരമാണ് ഉണ്ടാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 60 മുഴം ഉയരമുള്ള വലിയ ഒരു കഴുമരത്തെയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. പ്രാർത്ഥന മനുഷ്യനായ മോർദെഖായിയെ തൂക്കുവാൻ ഹാമാൻ പദ്ധതിയിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, അഹസ്വേരോസ് രാജാവിനും ഏതാണ്ട് 10,000 താലന്ത് കൈക്കൂലി കൊടുത്ത് രാജാവിന്റെ അധികാരമുദ്രം, മുദ്രമോതിരത്തെ കൂടെ താൻ കൈപ്പറ്റി രേഖയും എഴുതി വാങ്ങി. മുദ്രമോതിരം താൻ പതിപ്പിച്ചു. 127 സംസ്ഥാനങ്ങളിൽ താൻ പ്രസിദ്ധപ്പെടുത്തി. എന്താണ്? യഹൂദ ജനത്തെ മുഴുവനും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു ഹാമാന്റെ നിർണയം. എന്നാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവിക നിർണയം എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ? ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവനെ തൂക്കിയിട്ട് രാജാവിന്റെ രഥത്തിൽ കുതിരപ്പുറത്ത് മോർദെഖായിയെ കയറ്റി. എത്ര വലിയൊരു നിർണയമാണ്. ദൈവത്തിന്റെ പദ്ധതി അതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹാമാൻ മോർദെഖായിയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനെ കഴുമരത്തിൽ കയറ്റുവാൻ ശ്രമിക്കുമ്പോൾ, അവനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവിക പദ്ധതി അതേ പ്രിയ ദൈവങ്ങളെ മോർദെഖായിയെ, ഹല്ലേലൂയ, ദൈവം എന്താണ്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ, ദൈവങ്ങളെ, രാജാവിന്റെ രഥത്തിൽ അഥവാ കുതിരപ്പുറത്ത് മോർദെഖായിയെ കയറ്റി രാജാവിന്റെ രാജവസ്ത്രം മോർദെഖായി അണിയിച്ചു. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ കിരീടം മോർദെഖായിയെ വെപ്പിച്ചു. എന്നിട്ടോ ആരുടെ അതായത് ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, ആരും
കഴിവറ ഉണ്ടാക്കിയോ അവനെ കൊണ്ട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറയിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ നിർണയം. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ ആയിരിക്കുന്ന മേഖലയില്, നീ ഏത് പ്രതിസന്ധിയോ ഏത് പ്രതികൂലത്തെയോ അല്ലെങ്കിൽ നിന്റെ നേർ അല്ലെങ്കിൽ ശത്രുവായി അവൻ കൊണ്ടുവന്നിരുന്നാലും നീ ഭയപ്പെടേണ്ട. കാരണം നിന്റെ മേലൊരു നിർണയമുണ്ട്, നിന്റെ മേലൊരു പദ്ധതി ദൈവത്തിനുണ്ട്. നിന്നെ ഉയർത്തി മാനിക്കുവാനുള്ള ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവ പൈതലേ, നിനക്കൊരു ചെറിയ ചെറിയ ശോധനകൾ, കഷ്ടങ്ങൾ വരുമ്പോൾ നീ അധൈര്യപ്പെട്ട് മാറി നിൽക്കരുത്. ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലാ നീ ആയിരിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയത്തക്കവണ്ണം വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകും. അധൈര്യപ്പെട്ടു പോകരുത്.